തിരിച്ചടിച്ച് ശക്തമായി ഇന്ത്യ. ആക്രമണം നടത്തിയത് മുഴുവൻ ഭീകരരുടെ കേന്ദ്രങ്ങളിലാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവർത്തിച്ചിരിക്കുന്നു. 100 ഭീകരരോളമാണ് ഇന്ത്യ ആക്രമിച്ചത്. സാധാരണക്കാരെ നേരെ ആക്രമണം നടത്തി ഇന്ത്യ എന്നുള്ള പാകിസ്ഥാന്റെ വാദങ്ങൾ അൻപേ കള്ളമാണെന്നും കൂടി വ്യക്തമാക്കുന്നു പ്രതിരോധ മന്ത്രി. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വരെ അൻപേ പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി. ഇന്ത്യ കൊടുത്ത ശക്തമായിട്ടുള്ള തിരിച്ചറിയിൽ ലാഹോറിലെ പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ സംവിധാനം അടിഞ്ഞ വാർത്തകൾ കൂടി വരികയാണ്. റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം തകർക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണം അഭിമാനത്തിന്റെ കൂടി പ്രശ്നമായിരുന്നു എന്ന് ഇന്ത്യ ആവർത്തിച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് പറയുകയാണ്. ആ വാക്കുകളാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വളരെ ചെറിയ ആഘാതമാണ് മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യം ഇന്ത്യ കൃത്യമായി നടപ്പിലാക്കി. ഈ 100 പേർ കൊല്ലപ്പെട്ടതിലെല്ലാം ഭീകരർ തന്നെയാണ്. സാധാരണ പൗരന്മാരിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലുള്ള അധീന കശ്മീരിലുള്ള തീവ്രവാദ ക്യാമ്പുകളാണ് തകർത്തത്. ഇനിയും ഇതിൽ പ്രകോപനമുണ്ടായാൽ തിരിച്ചടി കനത്തതായിരിക്കും. ആ തിരിച്ചടി നൽകാൻ ഇന്ത്യ മടിക്കുകയില്ല എന്ന് ആവർത്തിക്കുകയാണ് രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ രാത്രിയിലും കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. അതേസമയത്ത് കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടരുന്നു. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നു. അതിന്റെ ആശങ്കയിൽ കൂടിയാണ് രാജ്യം. ഏത് തരത്തിലാണ് പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തുന്ന തിരിച്ചടി, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകളുടെ ഭീഷണി, ഒപ്പം പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനം, അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ തുടരുന്ന ഷെല്ലാക്രമണം, അത് ഉന്നം വയ്ക്കുന്ന സാധാരണക്കാർ പലതരത്തിലാണ്. ഒപ്പം ആഭ്യന്തരമായി രാജ്യത്ത് ഇന്ത്യ ജാഗ്രതയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയണം. തികച്ചും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക്, ഇതൊരു ആശങ്കപ്പെടുത്താനായി പറയുന്നതല്ല, പക്ഷെ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം പാകിസ്ഥാൻ ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകളടക്കം ഏത് തരത്തിലുള്ള ആക്രമണമാണ് തിരിച്ചു നടത്തുക എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യ അത്യന്തം ജാഗരൂകമായിട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹവും മറ്റ് ലോകരാജ്യങ്ങളും ഈ സാഹചര്യത്തെ ചെറുതായി കാണുന്നില്ല. പാകിസ്ഥാനിലേക്ക് യാത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അമേരിക്കയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. പാകിസ്ഥാനിലേക്കും നിയന്ത്രണ രേഖ, ഇന്ത്യ പാക് അതിർത്തി പ്രദേശങ്ങളിലേക്കും യാത്ര പാടില്ല എന്ന് അമേരിക്കൻ പൗരന്മാരോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നു. പാക് എംബസിയുടെ നിർദ്ദേശം ആ തലത്തിൽ വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് വേദി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമാബാദിൽ അപായ സൈറൻ മുഴങ്ങിയത് അല്പം മുൻപാണ്. ഇസ്ലാമാബാദിലെ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അപായ സൈറൻ മുഴങ്ങിയത്. യുദ്ധത്തിന് സജ്ജമാകാനുള്ള നിർദ്ദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് അപായ സൈറൻ എന്നതടക്കമുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. കിരൺ ബാബു ചേർന്നു. കിരൺ, പലതരത്തിലാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ. അതിൽ ഒന്ന് പ്രധാനമായും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി പറയുമ്പോൾ എടുത്തു പറയുന്നു, ഈ ആക്രമണം നടത്തിയത് മുഴുവൻ ഭീകരന്മാരുടെ കേന്ദ്രങ്ങളിലാണ്, ഈ മരിച്ചത് മുഴുവൻ ഭീകരരാണ്, ഈ 100 പേരും ഭീകരരാണ്. അല്ലാതെ പാകിസ്ഥാൻ ആരോപിക്കുന്നത് പോലെ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കുറ്റപ്പെടുത്തുന്ന പോലെ ഇതൊന്നും സിവിലിയൻ അറ്റാക്കുകളല്ല, അത് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അതിർത്തി പ്രദേശങ്ങൾ തുടരുകയും ചെയ്യുന്നു. പാകിസ്ഥാനും ജാഗരൂകമാകുകയാണ് എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്യുന്നു. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെ മുതൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടനം ഉണ്ടാകുന്ന സമയത്തൊന്നും തന്നെ ഇതെങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത് എന്ന സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കാൻ ലാഹോറിലും, അതിനുശേഷം ലാഹോറിൽ രാവിലെ ഉണ്ടാകുന്നു, കറാച്ചിയിൽ ഉച്ചയ്ക്ക് തൊട്ടു മുമ്പായിട്ടുണ്ടാകുന്നു. പക്ഷെ അവിടെയൊന്നും വിശദീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ലാഹോറിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ആദ്യം മാധ്യമങ്ങളും പിന്നീട് ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളും ഒക്കെ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ വീഡിയോ സഹിതമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. പിന്നീട് കറാച്ചിയിലാണ് ഈ തരത്തിലേക്ക് ഉണ്ടായത്.
ലാഹോറിൽ ഉണ്ടായത് പ്രധാനമായും വാൾട്ടൺ എയർ സ്പേസിലാണെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. അവിടെ ആ വിമാനത്താവളത്തോട് ചേർന്നുള്ള മേഖലയിൽ ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. ലാഹോറിലേക്കാണ് പാകിസ്ഥാൻ സൈന്യത്തോട് കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ സ്ഫോടനം നടന്നത് എന്ന ഒരു തന്ത്രപ്രധാനമായ പ്രത്യേകത കൂടിയുണ്ട്. അതിനുശേഷമാണ് കറാച്ചിയിൽ ഉച്ചയോടുകൂടി നടക്കുന്നത്. കറാച്ചിയിൽ സ്ഫോടനം നടക്കുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പറയുന്നു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അതിർത്തിയിലെ രാജസ്ഥാൻ മുതൽ കശ്മീർ വരെയുള്ള പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട 12 നഗരങ്ങൾക്ക് നേരെ, സ്ഥലങ്ങൾക്ക് നേരെ പാകിസ്ഥാനിൽ നിന്നും മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. ഈ മിസൈൽ ആക്രമണത്തെ ഒന്നൊഴിയാതെ എല്ലാത്തിനെയും ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സിസ്റ്റമായ റഷ്യൻ നിർമ്മിത S-400 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംവിധാനത്തെ ആകെ തകർത്തത്. ഇന്ന് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് തകർന്നു വീണ ഓരോ സ്ഫോടനങ്ങളും തകർന്നു വീണ മിസൈലുകൾ, തകർന്നു വീണ ഡ്രോണുകൾ, അവിടുത്തെ ആളുകൾ കൊല്ലപ്പെട്ടത്, അവിടുത്തെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചത്, അവിടുത്തെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായത്, ഇതെല്ലാം നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് പരിക്കേറ്റതുണ്ടാകുന്നത്. അത് ഓരോന്നും ഇന്ത്യയെ ലക്ഷ്യമാക്കി വിട്ടതായിരുന്നു. അതെല്ലാം പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് തന്നെ, പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യക്ക് അതിഫലപ്രദമായ രീതിയിൽ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ ലക്ഷ്യമാക്കി വിട്ട എല്ലാ മിസൈലുകളും, എല്ലാ ഡ്രോണുകളും പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെയാണ് ഇന്ത്യ നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇത് സ്ഥിരീകരിക്കുമ്പോൾ അതിനെ, ആ വാർത്തയെ പൂർണ്ണമായും സ്ഥിരീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ അമേരിക്കൻ പൗരന്മാർക്കും പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു കാരണവശാലും അവിടെ ലാഹോറിൽ നിൽക്കുന്ന പൗരന്മാർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം, അല്ലെങ്കിൽ ലാഹോറിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ലാഹോറിൽ തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന് പ്രധാന കാരണമായി അവർ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള അമേരിക്കയ്ക്ക് കൃത്യമായി തന്നെ മനസ്സിലായിരിക്കുന്നു അവിടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അവിടെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഇത് വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരോട് മാറിയിരിക്കാൻ പറയുന്നത്. ഇന്ത്യ അഭിമാനത്തോടു കൂടി തന്നെയാണ്, അന്തസ്സോടു കൂടി തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മിസൈലുകൾ തകർത്തത്, നിങ്ങളുടെ ഡ്രോണുകൾ തകർത്തത് എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴും ഭീകരവാദികൾ ഉപയോഗിച്ചാണ് പഹൽഗാമിൽ ആക്രമണം നടത്തുന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകുമ്പോൾ അത് 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തിരിച്ചടി നൽകുന്നത്. ഈ 9 ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ പാകിസ്ഥാനിയുടെ ജീവന് നഷ്ടപ്പെടരുതെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു. എന്നിട്ട് സൈനിക കേന്ദ്രത്തിന് നേരെയോ തന്ത്രപ്രധാനമായ സൈനിക മേഖലകൾക്ക് നേരെയോ അല്ല, ഈ 9 പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ അടക്കമുള്ള ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള 3 പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾ ഇവരുടെ ക്യാമ്പുകൾക്ക് നേരെ, അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മസൂദ് അസർ അടക്കം താമസിക്കുന്ന വീടിന് നേരെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെയൊക്കെയാണ് കൃത്യമായി ആക്രമണം നടക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ പൂർണ്ണമായും ഒഴിവാക്കിയ ആക്രമണം. അതിന് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടായത് യഥാർത്ഥത്തിൽ അതിർത്തി പ്രദേശങ്ങൾ പൂഞ്ചിലടക്കം രജൌരിയിലടക്കമുള്ള സാധാരണക്കാരായ ഗ്രാമീണർക്ക് നേരെയാണ് അവർ ഷെല്ലാക്രമണം നടത്തിയത്. പക്ഷേ ഇന്ത്യ ഏത് തരത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് അതേ തരത്തിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത്. 12 സ്ഥലങ്ങളിലേക്കാണ് ഇവർ പ്രധാനമായും മിസൈൽ ആക്രമണം നടത്തിയത്. ഈ 12 സ്ഥലങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തെയും ഇന്ത്യ തകർത്തിരിക്കുന്നു. S-400 എന്ന് പറയുന്ന ഇന്ത്യൻ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്, റഷ്യൻ നിർമ്മിതമായ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് HQ-9 എന്ന് പറയുന്ന ചൈനീസ് സംവിധാനമാണുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ തകർക്ക് മാത്രമായിരുന്നില്ല ചെയ്തത്. ഈ HQ-9 എന്ന് പറയുന്ന ചൈനീസ് പ്രതിരോധ സംവിധാനത്തെ, വ്യോമ പ്രതിരോധത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഈ സംവിധാനത്തെ കൂടിയാണ് ഇന്ത്യ തകർത്തത്. അതുകൊണ്ട് ഇനി അത്തരമൊരു പ്രതിരോധ സംവിധാനം വഴി വീണ്ടും ഒരു തുടർ ആക്രമണത്തിന് പാകിസ്ഥാന്റെ ശേഷിയെ വല്ലാതെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രത്യാക്രമണം കൂടിയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെ പൂർണ്ണമായും തകർത്ത ശേഷമാണ് ഇന്ത്യ പറഞ്ഞത്, ഇനിയും ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവും എന്നതുകൂടി പറയുന്നു. അതുപോലെ ലോകരാജ്യങ്ങളടക്കം അംഗീകരിക്കുന്നു, ഇന്ത്യ തിരിച്ചടിക്കുന്നത് ഭീകരതയ്ക്ക് നേരെയാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെയല്ല, അല്ലെങ്കിൽ സൈന്യത്തിന് നേരെയല്ല എന്നത് വളരെ കൃത്യമായി പറയുന്നു. പാകിസ്ഥാനിൽ ഇന്ന് വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനിൽ ഡ്രോണുകൾ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനിൽ മിസൈലുകൾ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ കെട്ടിടങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം ഉത്തരവാദി കൃത്യമായും പാകിസ്ഥാൻ പട്ടാളമാണ് എന്നതുകൂടിയാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയിലേക്ക് അവിടുത്തെ കരയിൽ നിന്നോ ആകാശത്തു നിന്നോ തൊടുത്തുവിടുന്നതിന് മിസൈൽ വന്നാൽ പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ, ഇന്ത്യ അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ നശിപ്പിക്കുന്നത്. സ്വാഭാവികമായും ആ മിസൈലും ഇന്ത്യയിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലും അടക്കം 2 മിസൈലിന്റെയും അവശിഷ്ടങ്ങൾ വന്നു പതിക്കുന്നത്, അല്ലെങ്കിൽ ആ മിസൈലുകൾ വന്നു പതിക്കുന്നത് പാകിസ്ഥാൻ
പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെയാണ്. അങ്ങനെ ഒരു തരത്തിൽ പാകിസ്ഥാന്റെ ആയുധത്തിന്റെയും ഇന്ത്യൻ ആയുധത്തിന്റെയും ഒരേ സമയം പ്രകടനശേഷി ഏറ്റുവാങ്ങേണ്ടി വന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നതാണ്. പാകിസ്ഥാൻ ഇതിനിടയിൽ ഇന്ത്യയുടെ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ 12 മിസൈലുകൾ തകർത്തു എന്ന് പറഞ്ഞു. പിന്നീട് അവർ അത് 25 മിസൈലുകൾ എന്നുള്ള അവകാശവാദമാണ് ഉന്നയിച്ചത്. പക്ഷേ ഒന്നും കൃത്യമായി തെളിയിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എവിടെയാണ് ഞങ്ങൾ ആക്രമിച്ചത്, ഏത് സംവിധാനമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്, ഏത് സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യ തകർത്തത്, S-400 എന്ന് പറയുന്ന ഇന്ത്യൻ സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് ഇന്ത്യ തകർത്തത്. അത് കൃത്യമായി തന്നെ അതിൽ എത്ര മിസൈലുകൾ ഉപയോഗിച്ചു, എവിടെയെല്ലാമാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ആക്രമണത്തെ വിശദീകരിക്കുന്നത്. എന്തായാലും ലോക രാജ്യങ്ങളടക്കം ഇപ്പോൾ ആ തരത്തിൽ ഇന്ത്യക്കെതിരായ ഒരു മൂവ്മെന്റിലേക്ക് പാകിസ്ഥാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം എന്നുള്ള നിലപാട് തുടരുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്.